തലസ്ഥാന നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്ത് കുറഞ്ഞ കാലം കൊണ്ട് രാഷ്ട്രീയ മേധാവിത്വം ഉറപ്പിച്ച ബി.ജെ.പിക്കും മേയർ വി രാജേഷിനും അപ്രതീക്ഷിത പ്രഹരമേൽപ്പിക്കാൻ സി.പി.എമ്മിന്റെ അണിയറ നീക്കം. പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ട തിരുവനന്തപുരത്ത് കോൺഗ്രസുമായി പോലും തന്ത്രപരമായ സഹകരണത്തിന് തയ്യാറായി ബി.ജെ.പിയുടെ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാനാണ് സി.പി.എം സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ഗൂഢാലോചന നടത്തുന്നത്. ബി.ജെ.പിയുടെ കുതിപ്പിന് തടയിട്ടില്ലെങ്കിൽ വരും നാളുകളിൽ ജില്ലയിലെ പാർട്ടി അടിത്തറ തന്നെ ഇളകുമെന്ന തിരിച്ചറിവിലാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന പഴയ രാഷ്ട്രീയ തന്ത്രം സി.പി.എം പൊടിതട്ടിയെടുക്കുന്നത്. നഗരസഭയിൽ ഭരണം പിടിച്ചെടുത്തതിനു ശേഷം മേയർ വി രാജേഷ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തിരുന്നു. കോർപ്പറേഷൻ ഭരണത്തിലൂടെ ബി.ജെ.പി ഉണ്ടാക്കിയ ഈ രാഷ്ട്രീയ മേൽക്കൈ വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കും ഇടതുമുന്നണിക്കും വലിയ ഭീഷണിയാകുമെന്ന് സി.പി.എം ഭയപ്പെടുന്നു. രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണം തുടർന്നാൽ തലസ്ഥാന നഗരിയിൽ ബി.ജെ.പിയുടെ വേരുകൾ കൂടുതൽ ശക്തമാകുമെന്നാണ് സി.പി.എമ്മിന്റെ രാഷ്ട്രീയ വിശകലനം. ഈ സാഹചര്യത്തിലാണ് മേയറെ മാറ്റാനുള്ള നീക്കം. കോൺഗ്രസുമായി നേരിട്ട് സഖ്യമുണ്ടാക്കി എന്ന പേരുദോഷം ഒഴിവാക്കാൻ ഇരുവിഭാഗത്തിനും സ്വീകാര്യനായ ഒരു സ്വതന്ത്ര കൗൺസിലറെ മേയർ പദവിയിലിരുത്തി ഭരണം പിടിക്കാനാണ് സി.പി.എമ്മിൽ ആലോചന നടക്കുന്നത്. നിലവിൽ ബി.ജെ.പി പാളയത്തിൽ നിൽക്കുന്ന കണ്ണമൂല വാർഡിലെ സ്വതന്ത്ര കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണനെ മേയറാക്കാനാണ് സി.പി.എം കരുക്കൾ നീക്കുന്നത്. രാധാകൃഷ്ണനെ മുൻനിർത്തി സി.പി.എമ്മും കോൺഗ്രസും പുറത്തുനിന്ന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള ഒരു ബദൽ ഭരണ സംവിധാനമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. രാധാകൃഷ്ണനുമായി വരും ദിവസങ്ങളിൽ സി.പി.എം നേതൃത്വം ആശയവിനിമയം നടത്തും. ഇതു സംബന്ധിച്ച് പാറ്റൂർ രാധാകൃഷ്ണനുമായി സി.പി.എം ഉന്നത നേതൃത്വം ഉടൻ ചർച്ച നടത്തുമെന്നാണ് വിവരം. തിരുവനന്തപുരത്തെ ഒരു മുതിർന്ന സി.പി.എം സംസ്ഥാന സമിതി അംഗവുമായി രാധാകൃഷ്ണനുള്ള അടുത്ത വ്യക്തിബന്ധം ഈ നീക്കങ്ങൾക്ക് ഗുണകരമാകുമെന്ന് സി.പി.എം കരുതുന്നു. മുൻപ് സി.പി.എം പ്രവർത്തകനായിരുന്ന രാധാകൃഷ്ണൻ പിന്നീട് പാർട്ടി വിട്ട് കോൺഗ്രസിലും പ്രവർത്തിച്ചിരുന്നു. ഇത്തവണ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച അദ്ദേഹം നിലവിൽ ബി.ജെ.പി മുന്നണിക്കൊപ്പമാണ് നിൽക്കുന്നത്. എന്നാൽ മേയർ പദവി വെച്ചു നീട്ടിയാൽ രാധാകൃഷ്ണൻ ഇടതുപക്ഷത്തിന്റെ തന്ത്രത്തിനൊപ്പം നിൽക്കുമെന്നാണ് സി.പി.എം കണക്കുകൂട്ടുന്നത്. നിലവിൽ ബി.ജെ.പി പിന്തുണയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് രാധാകൃഷ്ണൻ. തലസ്ഥാന കോർപ്പറേഷനിലെ നിലവിലെ കക്ഷിനിലയും ബി.ജെ.പി ക്യാമ്പിലെ അപ്രതീക്ഷിത പ്രതിസന്ധിയുമാണ് സി.പി.എമ്മിന് ഇത്തരമൊരു നീക്കത്തിന് ധൈര്യം പകരുന്നത്. 100 നഗരസഭയിൽ കൃത്യം 50 പേരുടെ പിന്തുണയോടെയാണ് ബി.ജെ.പി ഭരണം നടത്തുന്നത്. എന്നാൽ വാഴോട്ടുകോണം വാർഡിലെ ബി.ജെ.പി കൗൺസിലർ സുഗതൻ കാപ്പ കേസിൽ അറസ്റ്റിലായതോടെ ബി.ജെ.പി പ്രതിരോധത്തിലായിരിക്കുകയാണ്. കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള കേസായതിനാൽ സുഗതന് ഉടനെയൊന്നും ജാമ്യം കിട്ടില്ലെന്നും ഇത് അദ്ദേഹത്തിന്റെ കൗൺസിലർ സ്ഥാനത്തിന് അയോഗ്യതയായി മാറുമെന്നുമാണ് സി.പി.എമ്മിന് ലഭിച്ച നിയമോപദേശം. സുഗതൻ അയോഗ്യനാക്കപ്പെടുന്നതോടെ ബി.ജെ.പിയുടെ കൗൺസിലർമാരുടെ എണ്ണം 49 ചുരുങ്ങും. അതോടെ നഗരസഭയിൽ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടും. തുടർന്ന് വാഴോട്ടുകോണം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ അവിടെ ശക്തമായ മത്സരം കാഴ്ചവെച്ച് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് സി.പി.എം വിലയിരുത്തൽ. ഈ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ പാറ്റൂർ രാധാകൃഷ്ണന്റെ കൂടി പിന്തുണയോടെ ബി.ജെ.പിയുടെ ഭൂരിപക്ഷം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് സി.പി.എം കണക്കുകൂട്ടുന്നു. മേയർ വി രാജേഷിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പുറത്താക്കുകയാണ് സി.പി.എമ്മിന്റെ പ്രഥമ ലക്ഷ്യം. ബി.ജെ.പിയെ ഭരണത്തിൽ നിന്നും താഴെയിറക്കാൻ കോൺഗ്രസും ഒപ്പം നിൽക്കുമെന്ന് സി.പി.എം ഉറച്ചു വിശ്വസിക്കുന്നു. സംസ്ഥാന തലത്തിൽ സി.പി.എമ്മും കോൺഗ്രസും പരസ്പരം പോരടിക്കുമ്പോഴും തിരുവനന്തപുരത്തെ ബി.ജെ.പിയെ തളയ്ക്കാൻ ഇരുകൂട്ടരും കൈകോർക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് പിന്തുണയോടെ സി.പി.എം ഭരണത്തിലേറിയാൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാകുമെന്നതിനാലാണ് സ്വതന്ത്രൻ മേയർ എന്ന ഫോർമുലയിലേക്ക് സി.പി.എം എത്തിച്ചേർന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ 2 സുപ്രധാന മണ്ഡലങ്ങളിൽ ബി.ജെ.പിയാണ് വിജയിച്ചത്, നേമത്തും കഴക്കൂട്ടത്തും. ഈ 2 മണ്ഡലങ്ങളിലും സി.പി.എം സ്ഥാനാർത്ഥികളാണ് പരാജയപ്പെട്ടത് എന്നത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിരുന്നു. കോർപ്പറേഷൻ ഭരണത്തിന്റെ തണലിൽ ബി.ജെ.പി നഗരപ്രദേശങ്ങളിൽ സ്വാധീനമുറപ്പിക്കുന്നതാണ് സി.പി.എമ്മിന്റെ പരാജയത്തിന് ആക്കം കൂട്ടിയതെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ വി രാജേഷിനെ മേയർ സ്ഥാനത്ത് നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നത് സി.പി.എമ്മിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ബി.ജെ.പിയെ അട്ടിമറിക്കാനുള്ള സി.പി.എമ്മിന്റെ ഈ രഹസ്യ അജണ്ട വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ രാഷ്ട്രീയ യുദ്ധക്കളമാക്കുമെന്നതിൽ സംശയമില്ല. ജയിലിൽ കഴിയുന്ന ബി.ജെ.പി കൗൺസിലറുടെ നിയമപരമായ അയോഗ്യത മുൻനിർത്തി സി.പി.എം നീങ്ങുമ്പോൾ ഭരണം നിലനിർത്താൻ ബി.ജെ.പിയും പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് സി.പി.എം നീക്കത്തോട് പരസ്യമായി എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ്.